Good morning to all. Today we started our first module, that is professionalism. Everyone know what is profession? The previous class we also studied the profession. The profession means any type of work that needs special training or particular skill. Often one that is respected because of it involves a high level of education. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രൊഫഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്കറിയാം നമ്മളൊരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ലോയർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അവരൊരു പ്രൊഫഷണൽ ആണെന്ന് പറയും. ബിക്കോസ് ഓഫ് എന്താണ് അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ പെർട്ടിക്കുലർ സ്കില്ലും ഓഫൺ ചെയ്യുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക. ഇപ്പം നമുക്കറിയാം ഒരു ഡോക്ടർ എടുത്ത് നോക്കാം. നിങ്ങൾക്കറിയാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് MBBS പാസ്സായതുകൊണ്ട് നമ്മൾ ഡോക്ടറാണെന്ന് പറയില്ല. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും എല്ലാം കിട്ടിക്കഴിയുമ്പോഴാണ് അവരെന്താണ് പ്രൊഫഷണലി അവരൊരു ഡോക്ടറാവാം. അപ്പോൾ അതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ പ്രാക്ടീസസും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എത്തുന്നൊരു ഫീൽഡാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് അവർക്ക് ഹൈ ഡിഗ്രി ഓഫ് എഡ്യൂക്കേഷൻ അതിൻ്റെ അകത്ത് ആവശ്യമാണ്. അപ്പോൾ പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് അല്ലെങ്കിൽ കുറച്ച് ലെവൽ ഓഫ് എഡ്യൂക്കേഷനും അതിൻ്റെ അകത്ത് റിക്വയർഡ് ആണ്. അവരെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട് പ്രൊഫഷനിൽ അവർ അസർട്ടൈൻ ചെയ്യുന്ന മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കില്ലിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് പർപ്പസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മണീനെയാണ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷൻ എന്ന് നമ്മൾ നോർമലി പറയുന്നത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ പെർട്ടിക്കുലർ സ്കില്ലും അച്ചീവ് ചെയ്തിരിക്കുന്ന പേഴ്സൺസും അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുക. ഇപ്പം നമ്മൾക്ക് പറയാം ഒരു മാനേജർ എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു HR മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി HR മാനേജർ ആവല്ല ചെയ്യുക. എന്താ ചെയ്യുന്നത്, അവർ ചിലപ്പോൾ BCom BBA പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു MBA പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സ്പെഷ്യലായിട്ടുള്ള ഒരു നോളജ് കിട്ടാൻ അക്വയർ ചെയ്യാനായിട്ട് അവരൊരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മിസ് സ്ക്രീനിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ പ്രൊഫഷണൽ എന്ന വാക്കാണ് മിസ്സിൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രൊഫഷൻ ഈസ് എനി ടൈപ്പ് ഓഫ് വർക്ക് ദാറ്റ് നീഡ് ടു സ്പെഷ്യൽ ട്രെയിനിങ് ഓർ എ പെർട്ടിക്കുലർ സ്കിൽ ഓഫൺ വൺ ദാറ്റ് ഈസ് റെസ്പെക്ട് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് എ ഹൈ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് എന്താണ് ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ സ്കില്ലുമുള്ള പേഴ്സൺസും അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്തുള്ള പേഴ്സൺസുമാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോക്കാൻ പോകുന്നതാണ് പ്രൊഫഷണൽ. ഇപ്പം നമ്മൾ നോക്കിയത് പ്രൊഫഷൻ എന്നുള്ളൊരു ടേമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രൊഫഷണൽ. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ തന്നെ പ്രൊഫഷണൽ എന്നുള്ളൊരു ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. എ പേഴ്സൺ who has the type of job that need to a high level of education and training. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ജോലി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഏത് പേഴ്സൺ ആണോ ആ പ്രൊഫഷൻ ചെയ്യുന്നത് ആ പേഴ്സണെ നമ്മൾ പറയുന്നതാണ് പ്രൊഫഷണൽ. ദ പ്രൊഫഷണൽ മീൻസ് ദ പേഴ്സൺ ഹൂസ് വർക്ക് ദാറ്റ് വർക്ക് the person who done that work is called professional. Professional means a person who has the type of job that need a high level of education and training. That means പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ് ഒരു ഹൈ ലെവൽ ഓഫ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും സ്കില്ലും എല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ആ ക്ലബ്ബ് ചെയ്യുന്നത് ഏത് പേഴ്സണിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഏത് പേഴ്സണാണോ ഈ വർക്ക് ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയും. ദാറ്റ് മീൻസ് നമുക്ക് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെന്ന് പറയാം. ഇപ്പം ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് നമ്മൾ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ വിനു എന്നൊരു പേരെടുത്ത് പറയാം. അപ്പം അത് നമ്മൾ പറയുകയാണ് അത് ആർക്കിടെക്ട് വിനു ആണ് അല്ലെങ്കിൽ അത് എഞ്ചിനീയർ വിനു ആണെന്ന് പറയുമ്പോൾ എന്താണ് ആ വിനു എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് അവിടെ പ്രൊഫഷണൽ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഏത് പേഴ്സൺ ആണോ ആ വർക്ക് ഡൺ ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ. പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്കിനെയാണ്, അതായത് ആ ഒരു വർക്ക് ആ ചെയ്യുന്ന ഫീൽഡിനെയാണ് പ്രൊഫഷൻ
പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ മീൻസ് ദാറ്റ് പേഴ്സൺ, a particular person who done that work, that is called professional. The next we move on the word professionalism. Next we move on the word professionalism. The professionalism is the qualities connected with trained and skilled people. That means നമ്മൾ പറഞ്ഞു ഒരു പീപ്പിൾ ആണ് ആ വർക്ക് ഡൺ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, ആ വർക്ക് ഡൺ ചെയ്യുമ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ക്വാളിറ്റീസിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പറയാം, ഒരു വരയ്ക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവരുടെ ചില വർക്കുകൾ കാണുമ്പോൾ പറയും അവർ ഹൈലി പ്രൊഫഷണൽ ആണെന്ന് പറയും. ബിക്കോസ് ഓഫ് എന്താണ്, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള ആ സ്കിൽസും കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം കൂടി ക്ലബ് ചെയ്ത് വരുമ്പോൾ അവരുടെ വർക്കിൽ അതിൻ്റെ ക്വാളിറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണലിസം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഡോക്ടർ എടുത്തെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡോക്ടർ എടുക്കുമ്പോൾ ആളുടെ വർക്കാൾ നല്ല കറക്റ്റായിട്ട്, അതായത് അവരുടെ പേഷ്യൻസിനെ ആൾക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രൊഫഷണലിസം പറയാം. ദാറ്റ് മീൻസ് ആളുടെ അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞതാണ് അക്കോർഡിംഗ് ടു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. പ്രൊഫഷണലിസം റെഫേഴ്സ് ടു ദ ക്വാളിറ്റി കണക്റ്റഡ് വിത്ത് ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് പീപ്പിൾ. അതായത് നമ്മുടെ സ്കിൽഡ് ആൻഡ് ട്രെയിൻഡ് പീപ്പിളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ക്വാളിറ്റീസിനെ പറയുന്നതാണ് പ്രൊഫഷണലിസം എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞു, പ്രൊഫഷണൽ എന്താണെന്ന് പറഞ്ഞു, പ്രൊഫഷണലിസം പറഞ്ഞു. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി, അതിനെയാണ് അവർ വർക്ക് ചെയ്യുന്ന ആ ജോലിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ആ ജോലി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ആ വർക്ക് ഡൺ ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് പ്രൊഫഷണലിസം ആണ് നോക്കിയത്. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണിലേക്ക് കിട്ടിയിരിക്കുന്ന ക്വാളിറ്റീസ്, അവരുടെ കഴിവുകളെയാണ് നമ്മൾ ആ ഒരു പ്രൊഫഷണലിൻ്റെ ആ കഴിവുകളെയും അല്ലെങ്കിൽ ആളുടെ ക്വാളിറ്റീസിനെയും നമ്മൾ പറയുന്നതാണ് പ്രൊഫഷണലിസം. അപ്പോൾ ഇതാണ് ഈ 3 ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം നോക്കാം. നമ്മൾ പഠിക്കുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലാണ്. അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് പ്രൊഫഷണലിസം. സോ നമ്മൾ പ്രൊഫഷണലിസം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾക്ക് what are the characteristics of professionalism അത് നോക്കാം. ഇത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എ കോഡ് ഓഫ് എത്തിക്സ് ദാറ്റ് ഈസ് സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കണ്ടക്ട്സ് വിച്ച് ആർ എൻഫോഴ്സ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പറയുന്നത് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഒരു പ്രൊഫഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർക്ക് ഉണ്ടായിരിക്കും. അതനുസരിച്ച് വേണം അവർ വർക്ക് ചെയ്യാനായിട്ട്. സോ എ കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ വിച്ച് എൻഫോഴ്സ്. ദാറ്റ് മീൻസ് ഒരു പ്രൊഫഷൻ, അതായത് ഒരു ഡോക്ടേഴ്സ്, ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ എടുത്തൊന്നിരിക്കുക, ഇപ്പോൾ ഡോക്ടർമാർക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി മെയിനായിട്ട് അതല്ലേ വരുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അവർക്കൊരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി, അല്ലാണ്ട് ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല. സോ അതാണ് അവർക്കൊരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും. ആ എത്തിക്സിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് എ ലോങ് പീരീഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു പ്രൊഫഷനിൽ ഒരു ട്രെയിനിങ്ങും സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ നോളജും റിക്വയർഡ് ആയിട്ട് വരുന്നു പറഞ്ഞു. അതുതന്നെയാണ് പറയുന്നത്. നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു MBBS എടുക്കണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. നോർമലി ഒക്കെ 2-3 വർഷത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 years കോഴ്സാണ്. ദാറ്റ് മീൻസ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അതാണ് പറയുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് അവർക്ക് റിക്വയർഡ് ആണ്. അതേപോലെ തന്നെ അത് പാസ്സായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും അവർക്ക് റിക്വയർഡ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത് എ ലോങ് പീരീഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഈസ് റിക്വയർഡ് ഫോർ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസത്തിന് ഒരു ലോങ് പീരീഡ് ഓഫ് സ്പെസിഫൈഡ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും കമ്പൽസറിയാണ്.
നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ദ എബിലിറ്റി ടു എക്സസൈസ് ഇറ്റ്സ് ഓൺ ലീഡർഷിപ്പ്, ദാറ്റ് ഈസ് കോംപ്രഹെൻസീവ് സെൽഫ് ഗവേണിംഗ് ഓർഗനൈസേഷൻ ഓഫ് പ്രാക്ടീഷണേഴ്സ്. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, അവർക്കിപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ, ലോയേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞ ഒരു ഇൻബോൺ ക്വാളിറ്റീസും കൂടി വേണം. ദാറ്റ് മീൻസ് അവർക്ക് ഒരു ലീഡർഷിപ്പ് എബിലിറ്റി വേണം. കാരണം ഒരു പ്രൊഫഷണലിൻ്റെ അണ്ടറിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സീനിയർ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ ജൂനിയർ ഡോക്ടേഴ്സ് വരും. സോ ഈ സീനിയർ ഡോക്ടേഴ്സിന് അവർ ജൂനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ലീഡ് ചെയ്യാനായിട്ടുള്ള കഴിവും കൂടി വേണം. ദാറ്റ് മീൻസ് സീനിയർ ഡോക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജൂനിയർ ഡോക്ടേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കണം. ദാറ്റ് മീൻസ് അതാണ് പറയുന്നത്, അവർക്കൊരു ലീഡർഷിപ്പ് എബിലിറ്റിയും കൂടി വേണം. ദാറ്റ് മീൻസ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതർ പേഴ്സൺസിനായിട്ട് കൺവേ ചെയ്യാനായിട്ട് ഒരു ലീഡർഷിപ്പ് എബിലിറ്റിയും കൂടി വേണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് എ എംഫസിസ് അപ്പോൺ ഇൻ്റലക്ച്വൽ ടെക്നിക് ഇൻ പെർഫോമിങ് ഇറ്റ്സ് സർവീസസ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലായിട്ട് നമ്മൾക്ക് അതിനൊരു കഴിവ് വേണം. സോ അതുതന്നെയാണ് ഇതിൻ്റെ അകത്തും പറയുന്നത്. ഇൻഡിവിജ്വൽ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണ് ഇൻഡിവിജ്വലി അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയണം. ദാറ്റ് മീൻസ് അതാണ് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ടെക്നിക്സും കൂടിയും ആൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അതായത് എങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ നോളജും ആൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ പറയുന്നതാണ് ആൻഡ് അക്സെപ്റ്റൻസ് ബൈ ദ പ്രാക്ടീഷണേഴ്സ് ബ്രോഡ് പേഴ്സണാലിറ്റി റെസ്പോൺസിബിൾ ഫോർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ആക്ട് പെർഫോംഡ് വിത്തിൻ എ സ്കോപ്പ് ഓഫ് പ്രൊഫഷണൽ ഓട്ടോണമി. ദാറ്റ് മീൻസ് നമ്മുടെ ഓട്ടോണമിയിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സ്കോപ്പിനനുസരിച്ചായിരിക്കണം പ്രൊഫഷണൽ ഓട്ടോണമിയിൽ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യേണ്ടത്. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് അക്നോളജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ ബൈ ദ പബ്ലിക്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പ്രൊഫഷനാണെങ്കിൽ നമ്മൾ അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക്കിനാണ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത് അക്നോളജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ ബൈ ദ പബ്ലിക്. നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ് കോൺസ്റ്റിറ്റ്യൂട്ട്ലി എക്സ്പാൻഡിങ് ബൈ ദ റിസർച്ച്. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് പറഞ്ഞില്ലേ, നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോളജ് അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യേണ്ടത് റിസർച്ച് വഴിയായിട്ടായിരിക്കണം. ദാറ്റ് മീൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർച്ച് അഗെയിൻ എന്നാണ് റിസർച്ച് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഒരു കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നോളജ് അക്വയർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ നോളജ് അക്വയർ ചെയ്യേണ്ടത്. നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് പറയുന്നത് നമ്മളുടെ ഇൻഫോർമേഷൻസ്, നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളജ് നമ്മൾ ഗ്യാദർ ചെയ്യേണ്ടത് ബൈ വേ ഓഫ് റിസർച്ച് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് an emphasis upon the service is rendered rather than upon the economical gain to the practitioners as the basis of organization and performance of the social services delegated to the occupational group. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രൊഫഷണൽസിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ആവരുത് ശരിക്കും മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി തന്നെയാണ്. പക്ഷേ നോർമലി പറയുന്നത് നമുക്ക് എക്കണോമിക്കൽ ഗെയിൻ ആയിരിക്കരുത് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസസ് പബ്ലിക്കിന് റെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഇതിൻ്റെ മെയിൻ മോട്ടീവായിട്ട് വരേണ്ടത്. സോ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഗെയിൻ ആവരുത്, നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസസ് റെൻഡേർഡ് ടു ദ പബ്ലിക്, അതായിരിക്കണം മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് എ യുണീക് ഡിഫിനിറ്റ് ആൻഡ് എസെൻഷ്യൽ സോഷ്യൽ സർവീസസ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു നമ്മൾ സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതാണ് നോർമലി ഒരു പ്രൊഫഷണലിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്കറിയാം നോർമലി അങ്ങനെയല്ല നടക്കുന്നത്. എന്നാലും നമ്മൾ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസസ് എപ്പോഴും യൂണീക്കും ഡെഫിനിറ്റും ആയിരിക്കണം. ദാറ്റ് മീൻസ് അതായത് ഏറ്റവും ബെസ്റ്റ് സർവീസസ് ആയിരിക്കണം നമ്മൾ നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസത്തിൽ പറയുന്നത്. സോ പ്രൊഫഷണലിസത്തിൽ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഒരു ലോങ് പീരീഡ് ഓഫ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡ്യൂറേഷനിൽ നമ്മളൊരു
ഹെഡിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബിക്കോസ് ഇപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീനിയർ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ലോയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാർ കൗൺസിലിലെ മെമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞത് മെയിനായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് മോട്ടീവ് ആയിരിക്കരുത്, അല്ലെങ്കിൽ എക്കണോമിക് ഗെയിൻ ആയിരിക്കരുത് മെയിനായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് യുണീക്ക് ആൻഡ് ഡെഫിനിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അക്നോളജ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ദ പബ്ലിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പ്രൊഫഷണലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ മിസ് ഇവിടെ ഒരു നെക്സ്റ്റ് സ്ലൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. മിസ് നേരത്തെ അവിടെ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞത്, അവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ വൈസ് ആയിട്ട് പറഞ്ഞത് ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അത് ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ്. നമ്മൾ പറഞ്ഞു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് നോളജ് അക്വയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോമ്പിറ്റൻസി മീൻസ് എന്താണ്? നമുക്ക് കോമ്പിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊഫഷണലാണ്, സോ അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നോളജും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് വരുന്ന പേഴ്സൺസ് ആണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്ന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് കോമ്പിറ്റൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. ദാറ്റ് മീൻസ് പ്രൊഫഷണലാണ്, സോ അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ ആ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. 100% കോൺഫിഡൻറ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി. പിന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, നമ്മൾ ചെയ്യുന്ന വർക്കിലേക്ക് നമ്മൾ എന്തായിരിക്കണം? റെസ്പോൺസിബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ വർക്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക, ഡോക്ടറുടെ അണ്ടറിൽ വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും സീരിയസ് കേസുകളായിരിക്കും ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നമ്മൾ ആ പേഷ്യൻ്റെ അടുത്ത് റെസ്പോൺസിബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ എല്ലാ കഴിവും യൂസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ആരാണോ നമ്മുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആരാണോ നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് അവരുടെ അടുത്ത് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ അടുത്ത് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബായോ കാര്യങ്ങളോ ഒന്നും ചേർക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഇനീഷ്യേറ്റീവ് മീൻസ് എന്താണ്? എന്തൊരു വർക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കണം. പിന്നെ സെൽഫ് റെഗുലേഷൻ മീൻസ് സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സെൽഫായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രാപ്തരായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടറെ കാണാൻ പോയി നമ്മൾ എന്താ നോക്കുക? ആ ഡോക്ടറിനുള്ള ഇമേജാണ് നോക്കുക. ദാറ്റ് മീൻസ് ആ ഗുഡ് വിൽ അവർക്ക് എങ്ങനെയാണ് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിൻ്റെ ബേസിസിലാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഓരോ ഡോക്ടേഴ്സിനും പ്രിഫർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, നമ്മുടെ അടുത്ത് പറയുകയാണ്, ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ പോയ ആൾക്കാർ പറയുകയാണ് ഇന്ന ഡോക്ടർ നല്ല ഡോക്ടറാണ്, ആളുടെ സർവീസസ് നല്ലതാണ്, ആളുടെ മെഡിസിൻ കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. സോ എന്താണ്? പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അതർ പേഴ്സൺസ് പോകുന്നത്. സോ അവർ എപ്പോഴും നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം ഈ ഡോക്ടേഴ്സ് നല്ല പ്രൊഫഷണൽസ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് വില്ല്, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺസിൻ്റെ ഗുഡ് വില്ലിനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ ആ പോയിൻ്റായിട്ടും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ചിലപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് വെച്ചിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് മിസ് ഫസ്റ്റത്തെ സ്ലൈഡിൽ തന്നിരുന്നു പ്രൊഫഷണൽ ആൻഡ് പ്രൊഫഷണലിസം, ഇതൊന്ന് എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം, ഇതും കൂടി ഒന്ന് നോട്ടിൽ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, ടെക്സ്റ്റ് കിട്ടുന്നത് വരെ കറക്റ്റായിട്ട് മിസ് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എന്താണ് പ്രൊഫഷണലിസം ആൻഡ് പ്രൊഫഷണൽ എന്നുള്ളൊരു ഡെഫിനിഷൻ എഴുതാം. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം കൂടി റിട്ടേൺ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.